ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദിയാക്കപ്പെട്ട പിന്നീട് ഹമാസിനാൽ കൊല ചെയ്യപ്പെട്ട അലക്സി ലോബനോവിന്റെ അവസാന ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു. ഹമാസ് നേരത്തെ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് പിന്നീട് ഇസ്രായേലിലെ ലബനോവിന്റെ ബന്ധുക്കളുടെ അനുമതിയോടുകൂടി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. 90 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ എത്രമാത്രം ദുരിതത്തിലൂടെയാണ് ബന്ദികളുടെ ഓരോ മണിക്കൂറുകളും കടന്നു പോകുന്നതെന്ന് ലോബനോവ് വ്യക്തമാക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസം 31-ാം തീയതിയാണ് ഖാൻ യൂനിസിന് സമീപമുള്ള ഹമാസിന്റെ ഭൂഗർഭ തുരങ്കത്തിൽ 6 ബന്ദികൾ കൊല്ലപ്പെട്ടത്. അതിനും 2 ദിവസം മുമ്പ് 29-ാം തീയതി ലോബനോവിന്റെ മൃതശരീരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു. വളരെ ക്രൂരമായ നീചമായ ആക്രമണങ്ങളാണ് ഹമാസിന്റെ തടവറയിൽ ബന്ദികൾക്ക് നേരിടേണ്ടി വന്നതെന്ന് ലോബനോവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നു. ഇടുങ്ങിയ ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത ബങ്കറുകളിൽ തുരങ്കങ്ങളിലാണ് നിരവധി പേരെ പാർപ്പിച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ലഭിക്കാറില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല. പലപ്പോഴും അതിരൂക്ഷമായ ആക്രമണം ഹമാസ് ഭീകരവാദികളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ലോബനോവിനെ മാത്രം 10 തവണയിലധികം ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് ഹമാസ് ഭീകരവാദികൾ മാറ്റിയിട്ടുണ്ട്. പുറത്ത് വമ്പൻ സ്ഫോടനങ്ങൾ നിരന്തരമായി കേൾക്കുന്നു. ഭയന്ന് വിറച്ചാണ് ഓരോ നിമിഷവും ഈ ബങ്കറുകളിൽ കഴിഞ്ഞുകൂടുന്നതെന്ന് ലോബനോവ് വ്യക്തമാക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം തങ്ങളെ ജീവനോടെ രക്ഷിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം പരാജയപ്പെട്ടുവെന്നും ലോബനോവ് വ്യക്തമാക്കുന്നു. നമുക്കറിയാം, നേരത്തെ ഈ ബന്ദികളെ മുൻനിർത്തിക്കൊണ്ട് അവരൊരു മനുഷ്യ കവചമാക്കിക്കൊണ്ടുള്ള വളരെ തന്ത്രപൂർവമായ ചില കാര്യങ്ങളാണ് ഹമാസ് ഭീകരവാദികൾ പിന്നീട് കണക്ക് കൂട്ടിയിരുന്നത്. കാരണം ഹമാസിന് ഇന്ന് ഗാസയിൽ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾക്ക് പോലും ജീവനിൽ ഭയപ്പെട്ട് കഴിയേണ്ട സാഹചര്യമാണ്. യഹിയ സിൻവാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇസ്മായിൽ ഹനിയയുടെ ഗതി തനിക്കുണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് യഹിയ സിൻവാർ അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചില ഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഹമാസ്. അതിലൊരു പദ്ധതി നേരത്തെ പുറത്തു വന്നതാണ്. അതായത് ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡർ തലവനെ ജീവനോടെ ഇസ്രായേലി സേന പിടികൂടുന്നു. ആ കമാൻഡർ തലവനിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. അതിനൊപ്പം ഗാസയിലെ ഖാൻ യൂനിസിലെ ചില ബങ്കറുകളിൽ വളരെ കൃത്യമായ റെയ്ഡ് ഇസ്രായേലി സേന നടത്തുന്നു. അതിൽ ഒരു റെയ്ഡിൽ യഹിയ സിൻവാർ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ലഭിക്കുന്നു. ആ കമ്പ്യൂട്ടറിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ തന്നെ പിടികൂടപ്പെട്ട ഹമാസ് കമാൻഡറിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. ആ വിവരങ്ങൾ പ്രകാരം ഗാസയിൽ അവശേഷിക്കുന്നത് വളരെ കുറച്ച് ഹമാസിന്റെ ഭീകരവാദികൾ മാത്രമാണ്. ഏകദേശം 90% വരുന്ന ഹമാസിന്റെ അംഗബലത്തെ പൂർണ്ണമായും ഇസ്രായേലി സേന ഇതിനകം നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന വളരെ കുറച്ചു പേർ, അവരെ എങ്ങനെയെങ്കിലും ജീവനോടെ രക്ഷപ്പെടുത്തണമെന്നുള്ള വമ്പൻ പദ്ധതിയാണ് ഹമാസ് തയ്യാറാക്കുന്നത്. അതിന് ഖത്തറിലെ ദോഹയിലുള്ള ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഖത്തറിനും ഈജിപ്തിനും മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിൽ ഒരു കാര്യം, ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെയും അവരെ കവചമാക്കിക്കൊണ്ട് അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെയും ഇറാനിലേക്ക് കടത്തുക എന്നുള്ളതാണ്. ഇറാനിലേക്ക് കടക്കണമെങ്കിൽ ഈജിപ്തിലേക്ക് ആദ്യം എത്തണം. ഫിലാഡൽഫി ഇടനാഴി മാത്രമാണ് അതിനൊരു അവസരമായുള്ളത്. നിലവിൽ ഫിലാഡൽഫി ഇടനാഴിയിൽ കൃത്യമായ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന എത്രയും വേഗം ഒഴിഞ്ഞു പോകണം. അത് പണ്ടത്തെ പോലെ ഹമാസിന്റെ കൈകളിൽ ഭദ്രമായി മാറണം. അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് ഫിലാഡൽഫി ഇടനാഴി വഴി ഈ ഭീകരവാദികൾക്ക് ഈ ബന്ദികളുടെ മറവിൽ ഈജിപ്തിലേക്ക് കടക്കാം. ഈജിപ്തിൽ കടക്കുന്നതിന് പിന്നാലെ അവിടെ നിന്ന് ഇറാനിലേക്ക് സുരക്ഷിതമായി എത്താം. ഇറാനിലെത്തിക്കഴിഞ്ഞാൽ യഹിയ സിൻവാർ അടക്കമുള്ളവർ സുരക്ഷിതരാണ് എന്നാണ് ദോഹയിലിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തന്ത്രങ്ങൾ കൃത്യമായി മെനയുകയാണ്. എന്നാൽ ഈ തന്ത്രങ്ങളൊന്നും തന്നെ നടപ്പാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇസ്രായേൽ സേന
കൃത്യമായി ഗാസയെ വളഞ്ഞിരിക്കുകയാണ്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഒരു സെക്കൻഡ് പോലും ഇസ്രായേലി സേനയുടെ ശ്രദ്ധ മാറില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇതിനകം തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പണ്ട് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ മാറ്റിയതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഇനി ഗാസയിൽ ഹമാസിന് ഒരായുധം പോലും എത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഗാസയിലെ ഹമാസിന്റെ സർവ്വവിധ ആയുധ ശേഖരങ്ങളെയും ഞങ്ങൾ തകർക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അപ്പോൾ ഗാസയിൽ ഹമാസിന്റെ ഉന്മൂലനം ഉടൻ സാധ്യമാക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകുകയാണ്. എന്തായാലും ഗാസയിൽ ചരിത്രപരമായ ഒരു ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇസ്രായേലി സേന. സമ്പൂർണ്ണ വിജയം, ഹമാസുമായുള്ള യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയത്തിന്റെ പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതേസമയം ഇനി അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കളെയെങ്കിലും ജീവനോടെ പുറം രാജ്യത്തേക്ക് എത്തിക്കാനുള്ള വമ്പൻ പരിശ്രമത്തിലാണ് ഹമാസ് ഇപ്പോൾ. അതിന് അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ഈ ബന്ദികൾ മാത്രമാണ്. ബന്ദികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങളെ, ഇസ്രായേലിനുള്ളിൽ കഴിയുന്ന ബന്ദികളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും മാനസികമായി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരിലൂടെ ഇസ്രായേൽ എന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ ചർച്ച യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് കണക്ക് കൂട്ടുന്ന ഏറ്റവും വലിയ ലക്ഷ്യം.